കേരളത്തിലെ ഈ മാജിക് കലാകാരന്മാരുടെ ഒരു ജനകീയ മുഖമാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹം ഇപ്പോൾ മാജിക് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സ്ഥാപനം നടത്തുകയാണ്. അവരെ പരിശീലിപ്പിക്കുന്ന DAC എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാവുന്നത് ഈ സ്ഥാപനത്തിനെതിരെ വരുന്ന ആരോപണങ്ങളാണ്. ഈ ഭിന്നശേഷി കുട്ടികളുടെ പിതാക്കൾ, പാരൻസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അദ്ദേഹം കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ പേരിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലുമൊക്കെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ദാവൂദ് സർ, ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന നിരവധി ആരോപണങ്ങളാണ്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഗോപിനാഥ് മുതുകാട് രംഗത്തെത്തുന്നുണ്ട്. ആരോപണങ്ങൾ അതേപോലെ അപ്പുറത്തും നിൽക്കുന്നുണ്ട്. സാറിന് ഇതൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? നമ്മളെ ഈ മീഡിയ വണ്ണിൻ്റെ ലിറ്റിൽ സ്കോളർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ്, 2 മാസം മുമ്പായിരിക്കും. അപ്പോൾ നമ്മൾ സമൂഹത്തിലെ പല പ്രമുഖരുടെയും ആശംസാ വീഡിയോ അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് ഗോപിനാഥ് മുതുകാടിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പുഷ് ചെയ്തപ്പോൾ ഒരു റയീസ് ഹിദായ എന്ന് പറഞ്ഞിട്ട് ഒരു പാരാപ്ലീജിക് രോഗിയായിട്ടുള്ള ഇത്തരം ആളുകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവിടെ അവരെ സംഘടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു, മീഡിയ വൺ പോലെയുള്ളൊരു സ്ഥാപനം എന്തിനാണ് ഇങ്ങനെ ഒരാളെ വെച്ചിട്ട് അവരുടെ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്നെ അത് ടാഗ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്കത് ആരോ അയച്ചു തന്നിരുന്നു. അപ്പോൾ അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ ജെൽസി ഇപ്പോൾ പറഞ്ഞ തരത്തിലുള്ള വിവാദങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. 1-2 മാസം മുമ്പാണത്. അപ്പോൾ അതിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതിനോട് പ്രതികരിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷമാണ് ഈ പറയുന്ന വലിയ ഇത് വരുന്നത്. അപ്പോൾ അതിൽ ഗോപിനാഥ് മുതുകാടിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളിൽ മിക്ക ആളുകളും ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളാണ്. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി, CPM-ന് വേണ്ടി, പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയൊക്കെ നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത്. അതിൽ കാണേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഓഫ് കോഴ്സ് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സ്ഥാപനമല്ല, സർക്കാർ ഫണ്ട് ലഭിക്കുന്നുണ്ട്. അത് വ്യക്തമായ കാര്യമാണ്. അദ്ദേഹം തന്നെ നിഷേധിച്ചില്ല. ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി മിഷനുണ്ട്, സാമൂഹ്യക്ഷേമ മന്ത്രാലയമുണ്ട്, പിന്നെ എനിക്കൊന്ന് കൾച്ചറൽ മിനിസ്ട്രി ഓഫ് സാംസ്കാരിക വകുപ്പുണ്ട്. ഇവരുമായിട്ടൊക്കെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പൊതുസ്ഥാപനമാണ്. പൊതുസ്ഥാപനമാകുമ്പോൾ പൊതുവായ ഓഡിറ്റിങ്ങിന്, ജനങ്ങളുടെ ഓഡിറ്റിങ്ങിന് അത് നിശ്ചയമായും വിധേയമാകും. നമ്പർ 1. നമ്പർ 2, അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരാണ്, ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ സാധാരണ ഭിന്നശേഷിക്കാരെന്ന്, ഈ ഓട്ടിസം ബാധിച്ച ആളുകൾ, ഇങ്ങനെയൊക്കെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്തും അങ്ങേയറ്റത്തെ കരുതലും ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാവണം. അതിൽ ബോധപൂർവം അല്ലെങ്കിൽ പോലും വരുന്ന ചെറിയ പാകപ്പിഴകൾ പോലും ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മളൊരു ഫിസിക്കലി ചലഞ്ചഡായ അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ചഡായ ആളുകളുടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു സാധാരണ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും പോരാ അതിന്. മനസ്സിലായില്ലേ? അവിടെ വരുന്ന ഓരോ ആളെയും ഓരോരുത്തരായി അറ്റൻഡ് ചെയ്യേണ്ടി വരും. സാധാരണ നമ്മൾ സ്റ്റെപ്പാണ് വെക്കുന്നതെങ്കിൽ അവർക്ക് സ്റ്റെപ്പ് മതിയാവില്ല, അവിടെ റാമ്പ് കൂടെ വെക്കേണ്ടി വരും. ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഓരോ ആളെയും ഇൻഡിവിജ്വലി അറ്റൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ആളുകളാണ്. സവിശേഷമായിട്ടുള്ള ശ്രദ്ധ അവർക്ക് കൊടുക്കണം. ആ സവിശേഷ ശ്രദ്ധ അവർക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളുടെ ബജറ്റിലൊക്കെ അത്തരം കാര്യങ്ങൾക്ക് സ്പെഷ്യൽ അലൊക്കേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നൊരു സ്ഥാപനമാകുമ്പോൾ അധിക ശ്രദ്ധ അതിലുണ്ടാവണം. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വന്ന വിമർശനങ്ങളിൽ ഒന്ന്, ഇത് സർക്കാർ ഫണ്ട് സ്വീകരിക്കുന്ന സ്ഥാപനമാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മാത്രം ഇത്രയധികം ഫണ്ട് കിട്ടുന്നു, ഇത്തരം സ്ഥാപനങ്ങൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ
ഇത്തരം വ്യക്തികൾക്കും അവർ നോക്കുന്നവർക്കൊക്കെ സർക്കാർ കൊടുക്കുന്ന പലതരം സഹായ പദ്ധതികളുണ്ട്. അതൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല. അതൊന്നും മര്യാദയ്ക്ക് നടക്കാതിരിക്കും ഇദ്ദേഹത്തിന് മാത്രം സവിശേഷമായിട്ടുള്ള പരിഗണനയും ശ്രദ്ധയും എന്തുകൊണ്ട് ലഭിക്കുന്നു? അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ ഇൻമേറ്റ്സ് ആയിരുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന വിമർശനമാണ്. അത് ഗൗരവപ്പെട്ട കാര്യമാണ്. അത് അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നൊന്നും നമ്മളെടുത്ത് തെളിവില്ല. പക്ഷേ അവർ പൂർണ്ണമായി അവിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നീതി സങ്കല്പം അനുസരിച്ച് ഒരു ശക്തനും ഒരു ദുർബലനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ നമ്മൾ ആർക്ക് വെയിറ്റേജ് കൊടുക്കണം എന്നുള്ള ഒരു നീതി സങ്കല്പത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നത് ആരാണ്? ദുർബലരായ മനുഷ്യരാണ്. ഇപ്പോൾ ഷിഹാബ് എന്ന് പറയുന്ന ഒരാൾ പത്രസമ്മേളനം, ഷിഹാബ് പൂക്കോട്ടൂരുള്ള, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. കൈയും കാലും ഒന്നും ഇല്ലാത്ത, അതേസമയം ഈ പരിമിതികൾക്കിടയിലെല്ലാം നിന്ന് വളരെയധികം ശ്രദ്ധ നേടിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരാണ്? മുതുകാട് എന്ന് പറഞ്ഞാൽ ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ ഫാൻ ബേസ് ഉണ്ട്, സംസാരിക്കാൻ അറിയാം, ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശേഷിയുണ്ട്, ഭരണകൂടവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഒരു വശത്ത് മുതുകാട് സംസാരിക്കുന്നു, മറുവശത്ത് ഷിഹാബ് സംസാരിക്കുന്നു. അപ്പം ആരാണ് അവിടെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളത്? അപ്പോൾ അവിടെ ഒരു നീതി സങ്കല്പം അനുസരിച്ച് ഒരു വെയിറ്റേജ് നിശ്ചയമായും പ്രിവിലേജ് ഇല്ലാത്ത ഒരാൾക്കാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് ഷിഹാബിനോട് പത്രക്കാർ ചോദിക്കുന്നത്. അതിന് ഷിഹാബ് നൽകുന്ന മറുപടി ഇത് തന്നെയാണ്. മുതുകാടിനെതിരെ ഞാൻ സംസാരിച്ചാൽ ആര് വിശ്വസിക്കാനാണ്? ഞാൻ കുഴപ്പത്തിൽ ചാടുക എന്നുള്ളതല്ലാതെ. അപ്പോൾ അതൊരു ഇതിൽ ഞാൻ പറയുന്ന മുതുകാട് എന്തോ തെറ്റ് ചെയ്തെന്നുള്ളതല്ല. ഇതിനെ വിശകലനം ചെയ്യുമ്പം ഇത് ഒരു അടിസ്ഥാന തത്വമാണ്. ഇനി ഇവർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാൻ ഈ സ്ഥാപനം സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ കുടുംബസമേതം കഴിഞ്ഞ വെക്കേഷനിൽ കുടുംബസമേതം ഞാൻ അവിടെ പോയി ഒരു പകൽ മുഴുവൻ അവിടെ ചിലവഴിച്ചതാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ഥാപനം, വെൽ മെയിൻറ്റെയിൻഡ്, അടിപൊളി. കുട്ടികളെയും കുട്ടിയാണെങ്കിൽ പോകുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവിടുത്തെ ഇൻമേറ്റ്സിൻ്റെ പെർഫോമൻസ്, പലതരം സംഗതികളെല്ലാം ഉണ്ട്. ഇവരുന്നയിക്കുന്നൊരു ആരോപണം ഇതാണ്, പുറത്തുള്ള സന്ദർശകർക്ക് വന്നു കഴിഞ്ഞാൽ സന്ദർശകരെ ആകർഷിക്കുന്ന തരത്തിലാണ് അത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളോട് അദ്ദേഹം പെരുമാറുന്നത്, അല്ലെ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളോട് പെരുമാറുന്നത് ശരിയല്ല. ഒരു അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളുടേതുപോലെ കുഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനിതൊക്കെ തരുന്നു, അത് ഔദാര്യമല്ലേ? അത് കേട്ടപ്പം ഒരു വാള് കൊണ്ട് വെട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് ഒരു രക്ഷിതാവ് പറയുന്നുണ്ട്. അദ്ദേഹം അത് അങ്ങനെ ചോദിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഈ വിമർശനങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് ഗോപിനാഥ് ഇറക്കിയ വീഡിയോയിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട്, എനിക്ക് ഇത്തരം കുട്ടികളില്ല, എന്നിട്ടും ഞാനിത് നടത്തുന്നു. അത് പറയാൻ പാടില്ലാത്ത വാചകമാണ് ഗോപിനാഥ് പറഞ്ഞിരിക്കുന്നത്. അങ്ങേർക്ക് കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആളുടെ വിഷയമല്ലല്ലോ. ഇനി നിങ്ങളിത് നടത്തിയേ പറ്റുമെന്ന് അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടുമില്ലല്ലോ. അത് ഉത്തരവാദപ്പെട്ട ഒരാൾ പറയാൻ പാടില്ലാത്ത വാചകമാണ്. അദ്ദേഹം വിശദീകരണ വീഡിയോയിലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയില്ല എന്താണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, രക്ഷിതാക്കൾ ചില കാര്യങ്ങൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ഒരു വഴിയെന്ന് ചോദിച്ചാൽ, ഇത് ഗവൺമെൻറ് എയ്ഡ് കൂടെയുള്ള സ്ഥാപനമാണല്ലോ, ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെൻറ് അല്ലെങ്കിൽ തന്നെ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഭിന്നശേഷിക്കാർ ഇവർ സ്വകാര്യ സ്ഥാപനം നടത്താൻ വിചാരിക്കുക, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു 5 പൈസ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാലും ഗവൺമെൻറ് അതിൽ ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തിൽ ദുർബലമായ ഒരു വിഭാഗമാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റാണ്, പന്ത് ഗവൺമെൻറ് കോർട്ടിലാണ്. അത് പബ്ലിക് ഫോറത്തിൽ ഒരു വിമർശനം വന്നിരിക്കുന്നു, ഗുരുതരമായ വിമർശനങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാകട്ടെ, ഒരു അന്വേഷണ സമിതിയോ സംവിധാനം എന്തോ ഉണ്ടാക്കട്ടെ, കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വരട്ടെ. സംശയങ്ങൾ പക്ഷേ ഗോപിനാഥ് മുതുകാട് നമുക്കറിയാം, ഈ സമൂഹത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഒരു മോട്ടിവേറ്ററാണ്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ തകർക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കാസർഗോഡ് വലിയൊരു പ്രോജക്റ്റ് വരാൻ പോകണം, 100 കോടിയുടെ അവൻ്റെ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരാൻ പോകുമ്പോൾ അതിനെ തകർക്കാനുള്ള വല്ല ഗൂഢാലോചനയോ അങ്ങനെയാണ്, അതും പുറത്തു വരണമല്ലോ. അത് ഗുരുതരമായ കാരണം സമൂഹത്തിൽ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി സ്ഥാപനം നടത്തുന്ന ഒരാളെ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ തകർക്കുവാൻ ആരെങ്കിലും ഗൂഢപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അവരും എക്സ്പോസ് ചെയ്യപ്പെടണം.
അത് വെറുതെ വിടാൻ പറ്റുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അതിലൊരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ എന്ന് ഞാൻ പറയാം. പക്ഷേ ഇതിലെനിക്ക് സങ്കടകരമായ കാര്യം, ഈ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ ഷാജൻ സ്കറിയാണെന്നുള്ളതാണ്. ഷാജൻ സ്കറി ആരെയൊക്കെ സംരക്ഷിക്കാനാണ് കേരളത്തിൽ രംഗത്തിറങ്ങിയത് നമുക്കറിയാം. അപ്പോൾ ഇനി ഗോപിനാഥിന് വളരെ ഒരു മോശം സഹായിയാണ് കിട്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, അതായത് ഗോപിനാഥിനെതിരെ സാമ്പത്തിക ആരോപണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതിയെ പറ്റി നമുക്കറിയില്ല. പക്ഷേ സർക്കാരിൻ്റെ ഒക്കെ ഈട് വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ സർക്കാരിന് അതിനകത്തൊരു ബാധ്യതയുണ്ട്. എന്താണ് നിജസ്ഥിതി എന്ന് പുറത്തു കൊണ്ടുവരണം, ഒരു അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നീങ്ങണമെന്നുള്ളതാണോ അഭിപ്രായം? നോക്കൂ ജിൽസി, ഇപ്പോൾ ഇതിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വളരെ ഗൗരവമുള്ളതാണ്. നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞതുപോലെ ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ? ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കളാണ്. 5-6 പേർ ഇതിനകം തന്നെ ഈ വലിയ ഗുരുതര അലിഗേഷൻ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉന്നയിക്കുന്ന ആളുകൾക്കുള്ള ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഗോപിനാഥ് മുതുകാടിനെ പോലെ വലിയൊരു ടവറിംഗ് ഫിഗറിനെതിരെ എന്തിനാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്? അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവരുടെ കുട്ടികളെ കൂടി ജീവിക്കുമ്പോഴുള്ള പ്രയാസത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആളുകൾ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാവാൻ സാധാരണ നിലയ്ക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത 4-5 പേർ എന്തിനാണ് ഗോപിനാഥ് മുതുകാടിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? ആ ചോദ്യത്തിന് ശരിയാമണ്ണമുള്ള വിശദീകരണം ഗോപിനാഥ് മുതുകാട് നൽകണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 14 മിനിറ്റോ മറ്റോ ഉള്ള ഒരു വീഡിയോ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. എനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കെല്ലാം മറുപടി എന്ന മട്ടിൽ. അതിൽ പക്ഷേ എല്ലാ ആരോപണങ്ങൾക്കും കൃത്യതയുള്ള മറുപടികൾ ഇല്ല എന്നാണ്, അവ്യക്തതകൾ എമ്പാടും അതിൽ ഇപ്പോഴും നിലയിലേക്ക് വന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ പറയുന്ന രക്ഷിതാക്കൾ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത്? അവരെന്തുകൊണ്ടാണ് ഈ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കണം. എൻ്റെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ആരും കടന്നു വരൂ, അവിടെ വരുന്നവർക്കെല്ലാം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് എല്ലാം കാണാൻ കഴിയും എന്നതാണ്. അതിൽ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് എന്താണ്, തുറന്നിട്ടപ്പെട്ട സമയത്ത്, സന്ദർശകർ അനുവദിക്കപ്പെട്ട സമയത്ത് അവിടെ എല്ലാം മനോഹരമായി നടക്കുന്നുണ്ട്. സന്ദർശകർ അനുവദിക്കപ്പെടാത്ത സമയത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പീഡ എന്താണ് എന്ന ചോദ്യം എന്ന് വെച്ചാൽ, വിശന്നിരിക്കുന്ന സമയത്ത് പോലും പോയിട്ട് കുട്ടികളോട് പെർഫോം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന നിലയ്ക്കൊക്കെയുള്ള ഗുരുതര ആരോപണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് ആദ്യം വേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, അദ്ദേഹം നടത്തുന്നത് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ അല്ലേ, DAC എന്നാണ് അതിൻ്റെ പേര്, DAC. അപ്പോൾ അതിനകത്ത് താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞ കുട്ടികളെ മാത്രം, താരതമ്യേന മാനസിക പ്രശ്നങ്ങൾ കുറഞ്ഞ കുട്ടികളെ മാത്രം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഹെൽത്തി ആയ കുട്ടികളെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ ഈ കലകൾ പഠിപ്പിച്ച് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഈ പറയുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഓട്ടിസം പോലെയുള്ള സെറിബ്രൽ പാൾസി പോലെയുള്ള ഗുരുതരാസുഖങ്ങൾ അനുഭവിക്കുന്ന ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന, എത്ര ലക്ഷമാണ് സർക്കാർ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, വ്യക്തതയില്ല ഇപ്പോഴും. അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ ഇദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നൊരു പ്രശ്നം ഇവിടെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പല കമ്പനികളും അവരുടെ CSR ഫണ്ടിൽ നിന്ന് വലിയ തോതിൽ പണം കൊടുക്കുന്നു, സർക്കാർ പൈസ കൊടുക്കുന്നു, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ പണം കൊടുക്കുന്നു. ഈ പണമെല്ലാം കൊടുക്കുന്നത് ഈ രാജ്യത്തെ, ഈ കേരളത്തിലെ മുഴുവൻ ഈ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ ഗോപിനാഥ് മുതുകാട് രക്ഷിക്കുകയാണ്, അദ്ദേഹം പരിപാലിക്കുകയാണ് എന്ന മട്ടിലൊക്കെയുള്ള ഒരു വിചാരം കൊണ്ടാണ്. സത്യത്തിൽ വളരെ തുലവും തുച്ഛമായ ഗ്രൂപ്പ് ഓഫ് ആളുകളെ മാത്രമേ അദ്ദേഹം പരിപാലിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമുള്ള വീടുകളിലെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യങ്ങളിലെ കുട്ടികളെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഗോപിനാഥ് മുതുകാട് ഇത്തരം കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ശേഷിയുള്ള ഒരു പ്രൊഫഷണൽ അല്ല, അദ്ദേഹം ഒരു മജീഷ്യനാണ്. ഒരു മജീഷ്യന് എങ്ങനെയാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അശാസ്ത്രീയമായിട്ടാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് എന്ന വിമർശനം ഒരു വശത്തുണ്ട്. എന്ന് വെച്ചാൽ അധികം സംസാരിക്കുന്ന കുട്ടികളെ ഭയപ്പെടുത്തുക, കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് വേറെ രീതിയുണ്ട്, പക്ഷെ അവരെ ഭയപ്പെടുത്തുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രീയമായിട്ടല്ല കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്, അവരെ ഭയപ്പെടുത്തുകയും അവർക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിനകത്ത് വേണ്ട ഒരു കാര്യം, ഇപ്പം നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞാൽ ഇവരെ വിമർശിക്കുന്ന ആളുകൾ പലരും ഇടതുപക്ഷ പശ്ചാത്തലമുള്ളവർ തന്നെയാണ്. അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം സർക്കാരിനോട് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രീത GP ഇതിനെക്കുറിച്ച് എഴുതുമ്പോൾ അവർ പറഞ്ഞു, ഗോവിന്ദ മാഷിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്, ഗോവിന്ദ മാഷിന് പോലും ഇത് മനസ്സിലായിട്ടില്ല എന്നവർ പറയാണ്. അപ്പോൾ ഗവൺമെൻറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഈ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും ഏജൻസി എടുത്ത് പ്രവർത്തിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പോക്ക്. അതിൻ്റെ പേരിലാണ് ആളുകൾ വിശ്വാസത്തോടെ അതിനകത്ത് പണം മുടക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാപനം എന്തുമാത്രം ശരിയാവണ്ണമാണ് പോകുന്നത് എന്ന ചോദ്യം, എന്ന് വെച്ചാൽ സാമ്പത്തിക ക്രമക്കേടുകൾ അതിനകത്തുണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളെ ശാസ്ത്രീയമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്, ഇത്തരം പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ ശാസ്ത്രീയമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? ഒപ്പം തന്നെ എല്ലാവർക്കും ആ സ്ഥാപനത്തിലേക്ക്, സർക്കാർ എയ്ഡ് വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശനത്തിന് എല്ലാവർക്കും തുല്യതയുള്ള മാനദണ്ഡങ്ങൾ അത് ഉറപ്പാക്കുന്നുണ്ടോ? അതോ ഗോപിനാഥ് മുതുകാടിൻ്റെ ആർട്ട് ഫോം പെർഫോം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഹെൽത്തിയായ കുഞ്ഞുങ്ങളെ മാത്രം
പിക്ക് ചെയ്യുക, എന്നിട്ട് അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കുക, എന്നിട്ട് അവർ മൊത്തം ഈ കമ്മ്യൂണിറ്റിയുടെ പ്രതീകങ്ങളാണെന്ന പേരിൽ ആളുകളുടെ ഒരു കരുണയും ദയാവായ്പും എല്ലാം ഇവിടേക്ക് മാത്രമായി സ്വീകരിക്കുക എന്നീ ഏർപ്പാടുകളുണ്ടോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. എനിവേ എന്തായാലും ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്നത് സീരിയസ് ആയിട്ടുള്ള വിമർശനമാണ്. ആ വിമർശനത്തിന് ആ നിലയ്ക്കുള്ള ക്ലാരിറ്റി ഉള്ള വിശദീകരണം നൽകാൻ ഗോപിനാഥ് മുതുകാടിന് കഴിഞ്ഞിട്ടില്ല. നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനം മുഴുവൻ കുഴപ്പമാണെന്നല്ല, പക്ഷെ അതിന്മേൽ ആരോപണം ഉന്നയിക്കുന്നത് ഇത്രയും നരകയാതന അനുഭവിക്കുന്ന രക്ഷിതാക്കളാണ്. ഇപ്പോൾ ഷിഹാബ് പറയുന്നുണ്ട്, ഷിഹാബിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് വീൽ ചെയറിൽ ഒരാൾ നടന്നു വരണം എന്ന് പലകുറി പറഞ്ഞു. അപ്പോൾ വന്നിട്ട് നിങ്ങൾ ഇദ്ദേഹം ഒരു മഹാനാണെന്ന് പ്രസംഗിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പല ക്ലിപ്പുകളും എടുത്ത് നോക്കും. പല ക്ലിപ്പുകളിലും ആളുകൾ ഒരുപോലെ ഇദ്ദേഹം മഹാനാണ്, ഇദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങളില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പഠിപ്പിച്ച പോലെ ആളുകൾ വേറെയും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതൊക്കെ ആ തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് അദ്ദേഹം എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്നതല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സേവനം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ എൻ്റെ പ്രൊഫഷൻ മുഴുവൻ ഞാൻ അവസാനിപ്പിച്ച് ഇതിലേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ഇതിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് പ്രൊഫഷൻ അവസാനിപ്പിക്കേണ്ടത് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിനോട് പ്രൊഫഷൻ ഒരു വഴിക്ക് നടന്നുകൊണ്ടല്ലോ, അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് ഇത് ചെയ്യാമായിരുന്നു. അപ്പോൾ കുറേ അധികം വ്യക്തത വരാത്ത ഏരിയ ഉണ്ട്. ആ ഏരിയ മുഴുവൻ വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം ഗോപിനാഥ് മുതുകാടിനുണ്ട്. നേരത്തെ ദാവ്സായി പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യം, ആരാണ് ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഉള്ളത് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ഒരു കുപ്രസിദ്ധ യൂട്യൂബ് ചാനലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളും പിന്നെ വേറെ ഒരു വിദ്വേഷ സ്ഥാപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തനം പോലെ ആൾക്കാരാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയുള്ളൂ എന്ന കാര്യം കൂടി അദ്ദേഹം തിരിച്ചറിയുന്നത് നന്നായിരിക്കും. എനിവേ ഇതിന് ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. തീർച്ചയായും. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങളുടെ ഒരു നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് കൂടിയാണ് എന്നുള്ളത് കൂടിയാണ്. ഓട്ടോ ഫോക്കസ് പൂർണ്ണമാവുകയാണ്. മറ്റ് വിഷയങ്ങളുമായി വീണ്ടും കാണാം.